പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചു പ്രാപിച്ചത് പറഞ്ഞ് കളയരുത്. ചില നാളുകൾക്ക് മുൻപ് ഒരു ദൈവദാസന്റെ പ്രസംഗ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണിത്. എന്നെ അതൊത്തിരി ചിന്തിപ്പിച്ചു. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരുടെ നാവാണ്. നാവെന്ന് ഞാൻ പറയുമ്പോൾ അവരുടെ വാക്കുകളാണ്. നമ്മുടെ നാവും അനുഗ്രഹവുമായി വളരെ ഏറെ അടുത്ത ബന്ധമുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനങ്ങനെ പറയാൻ കാരണം, വളരെ ഉത്സാഹത്തോടെ ആത്മാർത്ഥതയോടെ ഉപവസിക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്കൊത്ത വിധം അവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കാണുകയോ അവരിലൊരു അനുഗ്രഹം അവർ പ്രാപിക്കുന്നതായി കാണുകയോ ചെയ്യാത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലരുമായി അടുത്തിടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും പലരും അവരുടെ നാവുകളെ നിയന്ത്രിക്കുന്നില്ല. മനുഷ്യ സഹജമായി നമ്മിൽ എല്ലാവരിലും ഉള്ള ഒരു പ്രശ്നമാണിത്. 4 പേരുടെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ നാവ് നിയന്ത്രണത്തിന് അധീതമായി പോകും. പ്രത്യേകിച്ച് പലരുടെയും കുറ്റം പറയുന്നത് നമുക്ക് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്, മനുഷ്യ സഹജമായ ഒരു പ്രശ്നമാണ്. പക്ഷേ നാം അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നാം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ പലരെക്കുറിച്ചും പറയുന്നത്. അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും കാണത്തില്ല. മറ്റു പലര് പറയുന്നത് കേട്ടുമൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാളെ നശിപ്പിക്കുന്നതിന് നമ്മുടെ വാക്കുകൾ കാരണമായി തീർന്നാൽ, ആ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമില്ല എങ്കിൽ അതിന് നാം കണക്ക് പറയേണ്ടി വരും. അത് നമ്മുടെ അനുഗ്രഹത്തെ തടയുന്നതിന് കാരണമായി തീരും. വളരെ നാവിനെ സൂക്ഷിക്കുക. നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തളർന്നിരിക്കുന്നവരെ താങ്ങാനുള്ള വാക്കുകൾ പറയാനൊക്കെ നമ്മുടെ നാവുകളൊന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ 2026 എല്ലാവരും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാം. മനുഷ്യ സഹജമായി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നാവിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നാവിനെ വചനത്തിനനുസൃതമായി നിയന്ത്രിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തക്കവണ്ണം ആ നാവിനെ നാം ഒന്ന് ഉപയോഗിച്ചാൽ, തളർന്നിരിക്കുന്നവരെ താങ്ങാനും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഒന്ന് തയ്യാറായാൽ അത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് ഒരു 2-3 മാസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വലിയൊരു മാറ്റം ദൈവം ജീവിതത്തിൽ ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.